വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ഹലോ. എടാ ജെയിംസേ, ഇന്നത്തെ കാര്യങ്ങൾ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് വർക്ക് സൈറ്റിലേക്കൊക്കെ എങ്ങനെ വന്നാലും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷം എത്താൻ പറ്റുള്ളൂ. എടാ ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ നിന്നോട് പറയണോ? എടാ ഞാൻ നിൻ്റെ സൈറ്റിലാണോ നീ എൻ്റെ സൈറ്റിലാണോ പണിയെടുക്കണത്? അപ്പോൾ ഞാൻ എവിടെ പോണു, എപ്പോൾ വരും എന്നൊക്കെ നീ ചോദിക്കുമ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. അല്ല പിന്നെ. മനസ്സിലായോ? ആദ്യം നീ ആ കോൺവെന്റ് ജംഗ്ഷനിലോ വർക്ക് സൈറ്റിലേക്ക് ചെല്ല്. അത് കഴിഞ്ഞ് ആ കോൺവെന്റ് ജംഗ്ഷൻ. അപ്പം ശരി എന്നാ. അത് ഞാനപ്പോൾ പറയാന്ന്. മേഴ്സിയേ. അതെ വരണു. ഹലോ. അപ്പച്ച, ഞങ്ങളിത് ഇറങ്ങാണ്. ശരി എന്നാ. കുട്ടി എന്താന്നാ പറഞ്ഞത്? കുട്ടി എന്താന്നോ? മെറിന്റെ കുട്ടി ആണാണോ പെണ്ണാണോന്ന്? ആൺകുട്ടി. കുട്ടി എന്തായാലും എന്താ? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഹലോ, എന്താടാ? ഞാനോ? കീ അത് നിന്റെ തന്നെയുണ്ട്. നീ നല്ലോണം നോക്കിയേ. ഹലോ. അമ്മച്ചി, ഞങ്ങൾ ഇറങ്ങാ. അമ്മച്ചി ഹോസ്പിറ്റലിൽ എത്തിയോ? ശരി ശരി. ഫ്രിഡ്ജിലല്ലേ? ഞാൻ നോക്കിക്കോളാം. എനിക്ക് ശരിയാക്കാൻ പറ്റും തോന്നണില്ല. അത്രക്ക് വർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ടേ ഞാൻ ലാപ്ടോപ്പായിട്ടാ വരുന്നേ. ശരി. ശരി, ഓക്കെ. എന്താ ഇറങ്ങുന്നില്ലേ? ആ ചെറുക്കൻ സ്റ്റോർ റൂമിന്റെ കീ എന്റെ കയ്യിലാണെന്ന് പറഞ്ഞ് നേരത്തെ വിളിച്ചിരുന്നു. എന്നാ കയറി നോക്കിയേട്ടാ. അതെന്റെ അടുത്തല്ല. ഹലോ. നിന്റെ കയ്യിലില്ലേ? ശരി എന്നാ. ഇവനൊക്കെ ഏത് ലോകത്താണാവോ? നീ ലാപ്ടോപ്പ് എടുത്തോ? കൊടുക്ക. അവിടെ ചെന്നിട്ട് എന്നെ ഇങ്ങോട്ട് ഓടിക്കരുത്. ഞാൻ എടുത്തിട്ടുണ്ട്. എങ്കി വാ. സാറാ ചേട്ടത്തി, ആ ഡോർ അടച്ചേരട്ടാ. എടാ, നീ വന്നിട്ട് കുറെ നേരമായോ? ആയോന്നാ നീ പറഞ്ഞ അപ്പം തന്നെ ലീവ് എടുത്ത് ഇങ്ങനെ ഇറങ്ങി. സൂപ്പർവൈസർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അയാളുടെ ഇഷ്ടമൊക്കെ ആര് നോക്കണം? ഇതുപോലുള്ള അവസരങ്ങൾ വല്ലപ്പോഴൊക്കെ ഒത്തു വരുന്നത്. അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. നീ പറയും, എന്താ പരിപാടി? സംഗതി വാങ്ങിച്ചാ? എവിടെന്ന്? രാവിലെ ഈ വിവരം അറിഞ്ഞത് മുതൽ, അതായത് വൈഫിന് വീട്ടിൽ പോകണമെന്ന് അറിഞ്ഞത് മുതലേ അവളെ എങ്ങനെയാലും വീട്ടിലെത്തിക്കുക, എന്നിട്ട് മുങ്ങുക, എന്നിട്ട് നമുക്കൊന്ന് കൂടുക. ഓഹോ, അപ്പൊ പരിപാടി ഒന്നേന്ന് പ്ലാൻ ചെയ്യേണ്ടി വരുമല്ലേ? എന്നാ പറയും, പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? അല്ല, ആരെയൊക്കെ പങ്കെടുപ്പിക്കണം? ആദ്യം നമുക്ക് കുപ്പിയും ആഹാരമൊക്കെ വാങ്ങിക്കാം. ജെയിംസേ, നീ വിളിച്ചപ്പോൾ തന്നെ ഇറങ്ങി പോന്നുള്ളൂട്ടാ. നീ ആയിട്ടുള്ള കമ്പനിയും നിന്റെ ആ പാട്ടും തമാശയൊക്കെ ഓർത്തിട്ടാണ്ടാ ഞാൻ ചാടി പോന്നു നിൽക്കണത്. എൻ്റെ കയ്യിൽ 10 പൈസയില്ലട്ടാ. അതിപ്പോ നിന്നോട് ഇവിടെ ആരെങ്കിലും കാശ് ചോദിച്ചോടാ? അല്ല, ആ
തോമസിനെയും ജോയിയൊക്കെ വിളിച്ചാലേ സംഗതി ഇത്തിരി വൈഡാക്കാം, നല്ലൊരു വൈബും ആക്കാം. സംഗതി നിന്റെ തലയിൽ മാത്രം കൊള്ളിയുമില്ല. ഞാനൊരു സോഷ്യലിസം പറഞ്ഞുള്ളൂ. ഈടെ പരിപാടി കൊഴുക്കെങ്കിലേ നീ വിളിക്കടാ. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. റോമ 13:13 കാശിന്റെ കാര്യോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഭാര്യയും കുട്ടിയും പോയി, പിന്നെ വർക്കിന്റെ ടെൻഷനൊക്കെ മാറ്റി വെച്ചപ്പോണ്ടല്ല തലയ്ക്കൊരു വെളിവ് കിട്ടിയ പോലെ. ഇനി ആ വെളിവ് നീ അങ്ങോട്ട് ആടിക്കത്തിച്ചാണ്ടല്ല, നീ വേറൊരു ലോകത്താണ്. എടാ നീ വിളിക്കടാ. ആ ഹലോ. ആ എടി ദേ ഞാൻ വർക്ക് സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണെന്ന്. ആ ശരി, അതിനിപ്പോൾ വിളിക്കാൻ വേണ്ടി ഞാനിങ്ങോട്ട് പോകുന്നല്ലേ ഉള്ളൂ, അരമണിക്കൂറല്ലേ ഉള്ളൂ. ആ അത് ഞാൻ വിളിച്ചോളാം. ആ ഓക്കെ ഓക്കെ. അവരൊക്കെ റെഡിയാണ്ടാ. ആ നീ ഹെൽമെറ്റ് എടുത്ത് വെച്ചേ. ഇന്ന് നമ്മ തകർക്കോടപ്പാ. പോവാ. ആ ആ എന്നാ പിടിച്ചിരുന്നോ. എടാ നിങ്ങളിത് എവിടെ പോയി കിടക്കരുത്? സമയം എത്രയെന്നറിയോ? അത് മദ്യം, ആഹാരം, വെള്ളം, എല്ലാ ടച്ചിങ് സാധനമൊക്കെ എല്ലാം വാങ്ങിക്കണ്ടേ? ഇങ്ങനെ എല്ലാം ഒപ്പിച്ചിട്ട് വരുമ്പോ കുറെ സമയമൊക്കെ എടുക്കും. അല്ലെങ്കിൽ ഒരു നടക്കൂല. ഇത് പറ്റുമെങ്കിൽ കഴിച്ചാൽ മതി. ഇനി പറഞ്ഞു പറഞ്ഞ സമയങ്ങളല്ലേ, സാധനം വാങ്ങിച്ചണ്ട. ആ സാധനം ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇതേ കണ്ടോ? എന്താ തൃപ്തിയായ? എന്നാ വണ്ടി എടുത്ത് വേഗം വാ. വണ്ടി എടുത്ത് പോവാം. എന്തെങ്കിലും പറ്റി ചേച്ചി? എനിക്ക് എനിക്ക് ചേച്ചി. ആ സോറി ചേച്ചി. നീയൊക്കെ എന്നെ കൊന്നേനല്ലോടാ. നിങ്ങക്ക് മുഖത്ത് കണ്ണില്ലേ ഇത്രയും വലിയ വണ്ടി വരുന്നത് കാണാൻ? നീ ആള് കൊള്ളാലോടാ. നടുവേദനയ്ക്ക് മരുന്ന് വാങ്ങാനായിട്ടേ വക്കച്ചൻ ഡോക്ടറെ കാണാൻ ഈ റോഡിൽ കൂടെ നടന്നു പോയാ എന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ടിപ്പോ മുഖത്ത് കണ്ണില്ലേ? സോറി. നീ കൊറേ നേരമായില്ലോ സ്റ്റോറി സ്റ്റോറി എന്നോട് പറയുന്നേ. ഞാൻ എന്ത് കഥയാ നിന്നോട് പറയണ്ടേ? സ്റ്റോറിന്നല്ല ചേച്ചി, ഞാൻ സോറിന്നാ പറഞ്ഞത്. എന്നെ വണ്ടി ഇടിപ്പിച്ച് ഇഞ്ചപ്പരുവാക്കിയതിനാ. സമാധാനം പറഞ്ഞിട്ട് പോയാ മതി നീയൊക്കെ ഇവിടുന്ന്. എന്താണ് നോക്കുന്നത്? സമാധാനം പറയണ. മര്യാദ ചവിട്ടി കൂട്ടി ഞാൻ. ആരാണ് നിന്റെ തള്ള? ആഹാ, നീയൊക്കെ മദ്യപിച്ചിട്ടുണ്ടല്ലേ? ആഹാ, ഞാൻ ഇപ്പൊ തന്നെ 100-ലോട്ട് വിളിക്കൂ. 100-ല് വിളിക്കുവന്നാ? എനിക്ക് ഞങ്ങൾ 1000-ല് വിളിക്കും. നിങ്ങൾ 100-ലാ 200-ലാ 300-ലാ എത്രയാണെന്ന് വിളിക്ക്. എടാ 100 എന്ന് പറഞ്ഞ ആരുടെ നമ്പറാന്ന് നിനക്ക് അറിയാമോ? ആരുടെ നമ്പറാ നിങ്ങൾ വരട്ടടാ? എടാ മന്ദബുദ്ധി, 100 എന്ന് പറഞ്ഞ പോലീസിനെ വിളിക്കാണെന്ന്. പോലീസിന്റെ നമ്പർ പോലും അറിയാത്ത നീയൊക്കെ ഏത് കണാപ്പനാടാ? എന്റെ പൊന്നു ചേച്ചി ക്ഷമിക്കണം. ഞാൻ വേണമെങ്കിൽ ചേച്ചിയുടെ കാല് പിടിക്കാം. എന്തിനാ കാല് വാരി നിലത്തടിക്കാനോ? ക്ഷമിക്കണം ചേച്ചി, അവനൊരു ചെറിയ തെറ്റ് പറ്റിയതാ. ചെറിയ തെറ്റോ? മദ്യപിച്ച് മതോന്മത്തരായി അബലയായ ഒരു സ്ത്രീയെ ഞാൻ
എന്നെ വണ്ടി ഇടിച്ച് വീട്ടിട്ട് നിന്ന് തർക്കുത്തരം പറയുന്നോടാ. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോയിക്കോ. എങ്കി കേറി ചേച്ചി. ഈ വണ്ടിയിലാ? ആ ഒന്നെങ്കിൽ ഓട്ടോ വിളിക്കണം, അല്ലെങ്കിൽ ടാക്സി വിളിക്കണം. ഇത് ഞാൻ ഇവിടെയോ കേട്ടിട്ടുണ്ട്. ഒന്നും മിണ്ടായിരുന്നടാ ചേച്ചി, ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. നീ അവിടെ നിന്നേ. ആ. നീ തിരിച്ചു വരുന്ന എനിക്കെന്താ ഉറപ്പ്? നീ അവിടെ നിന്നേ. നിന്റെ ഫോൺ നമ്പരും നിന്റെ വണ്ടി നമ്പരും നിന്റെ അഡ്രസ്സും എല്ലാം എനിക്ക് വേണം. ചേച്ചി അവന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ആധാർ കാർഡും എല്ലാം ഞാൻ അയച്ചൊക്കെ തരാം. ചേച്ചി അവിടെ പോയി കൊടയങ്കടുത്തെ. അവനിപ്പോ വരുമെന്ന്. ഏടാ നീ ഹെൽമെറ്റ് എടുത്തോ. എന്റെ ഹെൽമെറ്റ് എടുത്തു. നീ അപ്പുറത്തേക്ക് പോ. ചേച്ചി കടന്നേ നടക്കാൻ കാണും. ചേച്ചി വാ. ചേച്ചി ഞങ്ങളുണ്ട് കൂടെ. അവനിപ്പോ വരും. അവൻ വരട്ടടാ. നീ ഇങ്ങോട്ട് നീങ്ങിന്നേ. ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. മദ്യപിച്ച് കണ്ണ് ചുമന്നിരിക്കുന്ന നിന്റെ ഫോട്ടോ ഞാനൊന്ന് എടുക്കട്ടെ. ആ. പണിയായ എന്നോടാണ് നിന്റെയൊക്കെ കളി. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു. പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു. സുഭാഷിതങ്ങൾ 15-ാം അധ്യായം 1-ാം വാക്യം. ഇവരിതെവിടെ പോയി? എവിടെ പോണു? എന്നെ പറ്റിച്ച് വട്ടം കറക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. എടാ ഞാൻ അറിയാതെ ഈ മാസത്തെ ശമ്പളം നീ നേരത്തെ പോയി മേടിച്ചു. എനിക്കുള്ള പകുതിയും കൂടെ നീ എടുത്തല്ലേ? ചേച്ചി കഴിഞ്ഞ 2 മാസം കൊണ്ട് എനിക്ക് സാലറി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ മാസം ഞാൻ നേരത്തെ പോയി മേടിച്ചത്. എന്റെ ചേച്ചി എന്റെ 10 പൈസ ഇല്ലെന്ന്. എടാ എനിക്ക് നടുവേദനയ്ക്ക് മരുന്ന് മേടിക്കാൻ എവിടുന്നാടാ കാശ്? ഈ നടുവേദനയുടെ കാര്യം പറഞ്ഞു എന്റെ ശമ്പളത്തിന്റെ പകുതിയിലധികം ചേച്ചിയാ വാങ്ങിച്ചേക്കണത്. ഇതിനു വേണ്ടി തെറ്റ് ഞാൻ എന്ത് ചെയ്ത്? നിനക്കൊക്കെ കള്ളു കുടിക്കാൻ കാശുണ്ട്, എനിക്ക് മരുന്ന് തരാൻ കാശില്ല. ഞാൻ കള്ളിനെ പറ്റി ഇപ്പൊ ഓർക്കാറ് പോലുമില്ല. കള്ള് കണ്ട കാലം മറന്നു ഞാൻ. 10 പൈസ കയ്യിലില്ല. അപ്പൊ പിന്നെ ഞാനങ്ങൾ തരും. നീ കാശെടുക്കടാ. ഇല്ലെന്ന്. എടാ കാശെടുക്കാൻ. നിന്റെ കൈ കാശില്ലടാ. ഇല്ലെന്ന്. ഓട്ടത്തിനിടയിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു. ഇല്ല ചേച്ചി, ഞാൻ സത്യോട് പറയണത്. എന്താണ് എന്താണ്? നിന്റെ കൈ കാശില്ലല്ലേ? മതി മതി, ഈ മാസത്തെ മരുന്നിന് ഇത് മതി. ആ ഇപ്രാവശ്യം വണ്ടിക്കാശ് വേണ്ട, നിന്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം മരുന്ന് മേടിക്കാറാവുമ്പോ ഞാൻ വരാം. ഇനി മുൻകൂറായി നീ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യാൻ നിക്കണ്ട കേട്ടോ. ആ ആ ആ ബായ്, ഇവിടുത്തെ കഴിഞ്ഞാ ഇത് മുകളിലേക്കല്ലേ? ആ ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകണം. ചേച്ചി വന്നേ, ചേച്ചി വന്നേ ചേച്ചി. എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ പോകുന്നിടത്തെല്ലാം വന്ന് എന്നെങ്കിലും നാണം കെടുത്തല്ലേ? ആഹാ, പിന്നെ എന്റെ നടുവേദനിക്കാൻ എന്ത് ചെയ്യും?
അതിനല്ലേ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് വന്ന് മരുന്നിന് കാശ് മേടിച്ചത്. അമ്മാതിരി ഇടിയല്ലേ അന്ന് എന്നെ ഇടിച്ചത്. നിനക്കൊക്കെ മദ്യപിക്കാൻ കാശുണ്ട്, എനിക്ക് മരുന്ന് തരാൻ കാശില്ല. എൻ്റെ പൊന്നി ചേച്ചി, അന്നത്തെ കഴിഞ്ഞ് ഞാൻ മദ്യം കൈ കൊണ്ടുപോലും തൊട്ടല്ലേ. ഓ, ഇനി എന്നെ ഉപദ്രവിക്കില്ലേ പ്ലീസ്. അല്ല, ഞാൻ നോക്കിയിട്ടേ ചേച്ചിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആഹാ, അത് നീയാണോ തീരുമാനിക്കുന്നത്? എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമ്പോ ഞാൻ ഇവിടെ വരും. വരുമ്പം നീ എനിക്ക് മരുന്ന് മേടിക്കാനും വണ്ടിക്കൂലിയും തരണം. കാശെടുക്കടാ, കാശെടുക്കടാ. എൻ്റെ പൊന്നി ചേച്ചി, എൻ്റെ കാശൊന്നുമില്ല, അതെ ഇത് മാത്രമേ ഉള്ളൂ. ഇഞ്ഞു കാണിച്ചേ. ആ, ഇതാണ് കാശില്ലാത്തല്ലേ. എനിക്കിത് മതി. എന്താ പിടിച്ചു. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തപ്പിയപ്പോ കിട്ടിയായിരുന്നല്ലോ. ആ, മതി മതി മതി. ദേ ചേച്ചി, ആ ഓട്ടോ കാശാണോ? ഇത് മതി, ഇത് മതി. അല്ല, നീ ആ അപ്പുറത്തെ സൈറ്റിൽ പോകുന്നില്ലേ ഇപ്പം? ഞാൻ ആദ്യം അവിടെ ചെന്നാ നോക്കിയേ, അവിടെ കാണാഞ്ഞിട്ടാ ഇവിടെ വന്ന്. എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്ക്. അപ്പൊ പിന്നെ എനിക്ക് ഈ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ പോവാ. അടുത്ത പ്രാവശ്യം മരുന്നിന് വരുമ്പോ ഇതുപോലെ കാശെടുത്ത് വെച്ചോണം, കേട്ടല്ലോ? ആ, എന്നെ ഓടിക്കാൻ നിൽക്കരുത്. ഓ എൻ്റെ ദൈവമേ, ഏത് കാലക്കേണ്ട നേരത്താ എനിക്കന്ന് വെള്ളമടിക്കാനും വണ്ടി ഓടിച്ച് ഈ കുരിശിനെ വണ്ടി അടിക്കാനൊക്കെ തോന്നിയതാവോ? ആ ഹലോ, എടാ ജോർജ്, നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ പുറത്താ. അപ്പൊ കമ്പനി പോയില്ലേ? എങ്ങനെ പോകും? ആ ബാധ എന്നെ നാട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പനി വന്ന് ഇക്കണക്കിന് പോയാലേ എന്റെ ജോലി വരെ പോകും. എന്താ ഇതിനൊക്കെ ഒരു അവസാനം? എനിക്കിപ്പോ തോന്നണതേ അതിനെ ശരിക്കും അങ്ങനെ വണ്ടി ഇടിച്ച് കൊന്നു കളഞ്ഞാലാണ്. വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു, വിഡ്ഢിയുടെ അധരങ്ങൾ ഭോഷത്വം വർഷിക്കുന്നു. സുഭാഷിതങ്ങൾ 15-ാം അധ്യായം 2-ാം വാക്യം. അപ്പച്ച, അത് ആരാത്? അത് അവര് എന്നെ എൻ്റെ കൂട്ടുകാരൻ ജോർജിനെയും വെറുതെ പറ്റിച്ചുകൊണ്ടിരിക്കുക. എന്തിന്? അത് എൻ്റെ വണ്ടിയൊന്ന് അവർ തട്ടിയേ. അതിനവര് ജെയിംസിന്റെ മദ്യപാനത്തെ പറ്റി പറയുന്നത് എന്തിനാ? അന്ന് ഞാൻ കുറച്ച് മദ്യപിച്ചിരുന്നു. ദേ, ഇനി എനിക്കൊന്നും പറയാനില്ല. എല്ലാം ഉണ്ടാകുന്നതേ ഈ മദ്യപാനത്തിൽ നിന്നാണ്. ദേ അപ്പച്ച, ആ നശിച്ച പരിപാടിയെ നിർത്തി. ഇനി നശൂലത്തിൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. മദ്യപാനത്താലും വലിയ കുരിശായിപ്പോയി ഇത്. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. സഭാപ്രസംഗകൻ 7-ാം അധ്യായം 29-ാം വാക്യം. അത് ഞാൻ ഏറ്റു. ഇനി അവര് ശല്യമായിട്ട് വരില്ല. ഒരു ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാമോ? അപ്പച്ച, വല്ല പോലീസ് കേസും ആയാലോ? ആകില്ല. ഇനി നിന്നെ നിന്റെ കൂട്ടുകാരനും ശല്യപ്പെടുത്തരുതെന്നേ വേണ്ടി വന്ന് അവരുടെ കാല് പിടിച്ച് പറയാം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടുപോയില്ലേ? അല്ല പിന്നെ. ചിന്നമ്മേ, നീ ഇത് സിനിമയിലോ സീരിയലിലാണോ അഭിനയിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അവാർഡ് നിനക്ക് ഉറപ്പാ. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണല്ലോ നീ ഒരു പ്രൊഫഷണൽ നടിയാണെന്ന് ഞാൻ അറിയുന്നത്. എൻ്റെ മരുമോൻ്റെ മദ്യപാന ശീലത്തെ പറ്റി പറഞ്ഞപ്പോൾ നീ പറഞ്ഞു തന്ന ഈ ഐഡിയ ഇത്രയും ബെസ്റ്റ് ഐഡിയ ആയിരിക്കുമെന്നും
അതിങ്ങനെ സക്സസ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ മാത്യു, വേറൊരു നടിയായ എന്റെ കൂട്ടുകാരി കോടനാട് വത്സമ്മയുടെ ഐഡിയ ഇത്. ഓ, ഞാൻ എന്റെ ആങ്ങള സൈമന് വേണ്ടി ഈ ഐഡിയയാ പ്രയോഗിച്ചത്. ഏതായാലും സംഗതി ഏറ്റു. അവനിപ്പോ മദ്യപാനത്തിനും പേടി നിന്റെ ശല്യ. നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഫിലിപ്പി 4:7 നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.